എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ സമ്പ്രദായം ഒഴിവാക്കി UDF സർക്കാർ നീക്കം സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിക്കാനെന്ന ആരോപണം. സർക്കാർ ഫീസിൽ എഞ്ചിനീയറിംഗ് പഠനം നടത്താനുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവസരമാണ് ഇതുവഴി ഇല്ലാതാകുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ ഈ കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷൻ നിർത്തലാക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് UDF സർക്കാർ. അത് ഈ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കില്ലേ? എന്താണ് വസ്തുത? തീർച്ചയായും അവന്തിക, അങ്ങനെ തന്നെയാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇവർ അധികാരത്തിലേറിയതിനു ശേഷം നമ്മൾ പല വാർത്തകളായി നൽകിയിട്ടുണ്ട്. അത് കൂടുതലും നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളെ കഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് നടത്തുന്ന സ്പോട്ട് അഡ്മിഷനാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ കോളേജുകളിലും 4 സാധാരണ അലോട്ട്മെൻറ്റുകൾ സർക്കാർ നടത്തും. അതിനുശേഷമായിരിക്കും സ്പോട്ട് അഡ്മിഷനുകൾ നടത്തുക. എഞ്ചിനീയറിംഗ് കോളേജുകളിലാണെങ്കിൽ അത് കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷനാണ് നടത്തുക. കാരണം പല കോളേജുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് CET പോലെയുള്ള വലിയ കോളേജുകളുണ്ട്. അവിടേക്കായിരിക്കും വിദ്യാർത്ഥികൾ അധികമായും ഈ സ്പോട്ട് അഡ്മിഷനായി എത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ വീണ്ടും നിരാശരായി മടങ്ങേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കോളേജിലും ഏതൊക്കെ എഞ്ചിനീയറിംഗ് സർക്കാർ കോളേജുകളിൽ ഒഴിവുകളുണ്ടോ ആ സീറ്റുകളെല്ലാം ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ട് ഒരൊറ്റ സ്ഥലത്ത് ഒരൊറ്റ സ്പോട്ട് അഡ്മിഷനാണ് എഞ്ചിനീയറിംഗ് തലത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ പല കോളേജുകളിലായിട്ട് അഡ്മിഷനുകൾ നേടാൻ കഴിയും. ഇത്തരത്തിൽ കോളേജുകളിൽ സീറ്റുകൾ ഒഴിവ് വരുത്തില്ല. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 10 വർഷം ഇങ്ങനെ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ വഴിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. പുതിയ ഉത്തരവിൽ പറയുന്നത് സ്പോട്ട് അഡ്മിഷനുകൾ ഇത്തവണ ഇല്ല, ഇനി മുതൽ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ഈ സ്പോട്ട് അഡ്മിഷനുകൾ കുറയുമ്പോൾ ഈ പുറത്ത് നിൽക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളൊക്കെ ശാസ്ത്രീയ സ്വകാര്യ ശാസ്ത്രീയ കോളേജുകളിലേക്ക് ആ കോളേജുകളെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഭീമമായ ഫീസ് അവർക്ക് അവിടെ കൊടുക്കേണ്ടി വരും. സർക്കാർ തലത്തിൽ ചെറിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സ്ഥലത്താണ് ഇവർ ഭീമമായ കൊള്ള ഫീസിന് സ്വകാര്യ കോളേജുകളിൽ പഠിക്കേണ്ട ഒരവസ്ഥയുണ്ടാകും. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സർക്കാർ കോളേജുകളിൽ ഇങ്ങനെ ഓരോ വർഷവും ഓരോ അക്കാദമിക് വർഷവും ഇത്രയേറെ ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ ചില കോഴ്സുകൾ ഇല്ലാതാകാനുള്ള സാഹചര്യം ഇത് വഴിയൊഴുക്കുമെന്നുള്ളതാണ്. കാരണം ചില കോഴ്സുകളിലേക്ക് എഞ്ചിനീയറിംഗിൻ്റെ ചില സ്കീമുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും സീറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് സർക്കാരിൻ്റെ കണക്ക് രേഖപ്പെടുത്താൻ സർക്കാരിന് കഴിയും ഈ ഒഴിവുകൾ നികത്താത്തത് കൊണ്ട്. അപ്പോൾ ആ കോഴ്സുകൾ ഇല്ലാതാക്കാനുള്ള ആ കോഴ്സുകളിലേക്കുള്ള കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു രീതിയിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നതോടുകൂടി വഴിയൊരുക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മറ്റ് കോളേജുകളെ പോലെയല്ല ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. വലിയ കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ഇടത്തരം കോളേജുകളുണ്ട്. അത് ഈ CET പോലെയുള്ള വലിയ അക്കാദമിക് ഭയങ്കര വലിയ പരിചയമുള്ള കോളേജുകൾ അവിടെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ എത്താൻ ആഗ്രഹിക്കുക. അത്തരത്തിലുള്ള കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഒഴുകിയെത്തുകയും മറ്റു കോളേജുകളിൽ വിദ്യാർത്ഥികൾ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോട്ട് അഡ്മിഷൻ നടത്തുകയും എല്ലാ കോളേജുകളുടെയും ഒഴിവുകൾ ഒരുമിച്ച് രേഖപ്പെടുത്തി അവിടേക്ക് വിദ്യാർത്ഥികളെ എല്ലാവരെയും ഒരിടത്ത് കൊണ്ടുവന്നുകൊണ്ട് പല കോളേജുകളിലായിട്ട് വിദ്യാർത്ഥികളെ വിന്യസിപ്പിക്കുന്ന ഒരു രീതി കൊണ്ടുവന്നത്. പക്ഷേ ആ രീതിയാണ് ഇപ്പോൾ സർക്കാർ നിർത്തലാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 4 അലോട്ട്മെൻറ്റുകളാണ് എഞ്ചിനീയറിംഗിനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. പക്ഷേ ഇത്തവണ 3 അലോട്ട്മെൻറ്റുകൾ മാത്രമാണ് ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളെ കൂടി കഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവന്തിക, അതായത് അഞ്ജു, ഈ കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ സമ്പ്രദായം ഒഴിവാക്കുന്നത് മൂലം ഇതിൻ്റെ ഒരു പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ ഈ സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകളെ സഹായിക്കാൻ എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അതെ, അതങ്ങനെ തന്നെയാണ്. കാരണം ഈ 4 അഡ്മിഷന് ശേഷമാണ് സാധാരണഗതിയിൽ സ്പോട്ട് അഡ്മിഷനുകൾ നടക്കുക.
അങ്ങനെയാണെങ്കിൽ സർക്കാർ കോളേജുകളിൽ എവിടെയൊക്കെ ഏതൊക്കെ സ്കീമുകളിലാണ് ഒഴിവുള്ളത് എന്ന് നോക്കും. അതിലേക്ക് മറ്റ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിലേക്ക് വിദ്യാർത്ഥികളുടെ യോഗ്യത അനുസരിച്ച് അവരെ പരിഗണിക്കുകയും ചെയ്യും. അവർക്ക് അവിടെ പഠിക്കാനും കഴിയും. അങ്ങനെയാണ് ഈ സർക്കാർ കോളേജുകളിൽ ബാക്കി വരുന്ന ഒഴിവുകളൊക്കെ നികത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷൻ ഒഴിവാക്കുമ്പോൾ സാധാരണഗതിയിൽ എന്തായാലും ഒരു 3-4 അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ ചില കോഴ്സുകളിലൊക്കെ ഒഴിവുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒഴിവുകളൊക്കെ നികത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒഴിവുകൾ നികത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പോട്ട് അഡ്മിഷൻ ഒഴിവാക്കിയത്. സ്പോട്ട് അഡ്മിഷൻ ഒഴിവാക്കിയതോടുകൂടി ആ ഒഴിവുകൾ അങ്ങനെ തന്നെ സർക്കാർ കോളേജുകളിൽ കിടക്കും. വിദ്യാർത്ഥികൾക്ക് സർക്കാർ കോളേജുകളിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ മറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഭീമമായ കൊള്ള ഫീസ് കൊടുത്തുകൊണ്ട് സ്വകാര്യ കോളേജുകളിൽ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ഇത് സ്വകാര്യ കോളേജുകളുമായി സർക്കാർ ഉണ്ടാക്കിയ ഒരു ടൈപ്പിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് സർക്കാരിനും ഇതിലൊരു ലാഭം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ സ്ഥാപനങ്ങളെ കോളേജുകളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു കാര്യം തന്നെയാണ് ഈ സ്പോട്ട് അഡ്മിഷൻ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രതിസന്ധിയിലാകുന്നത് ഈ സാധാരണക്കാരായ തൊഴിലാളികളുടെ മക്കളാണ്. അവർക്ക് സർക്കാർ കോളേജുകളിൽ അഡ്മിഷൻ ഒഴിവുകളുണ്ടെങ്കിൽ പോലും അഡ്മിഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ അവർക്ക് ഈ ഭീമമായ ഫീസ് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ ആഗ്രഹപ്രകാരം ചിലപ്പോൾ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാക്കും. അത് ഈ സാധാരണ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. പക്ഷേ അത്തരം ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നത്. അവന്തിക.